നമുക്ക് അറോറ കാണാൻ ചാൻസ് കൂടാൻ വേണ്ടിയിട്ട് അവിടെയുള്ളൊരു ഗൈഡഡ് ടൂറിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ടൂർ ഏജൻസിയുടെ പേര് ചേസിംഗ് ലൈറ്റ്സ് എന്നാണ്. സോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്കൊരു വലിയൊരു നെറ്റ്‌വർക്ക് ഉണ്ട്. ഇവരുടെ ആൾക്കാരും അതുപോലെ തന്നെ വേറെ ടൂർ കമ്പനിയുടെ ആൾക്കാരും തമ്മിൽ ഇവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മുടെ ഈ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്തത് നവംബർ 19 ഏകദേശം 5:40 സമയത്താണ്. ഞങ്ങൾ ഏകദേശം 5 കാലായപ്പോഴത്തേക്കും കളക്ഷൻ പോയിന്റിൽ പോയി. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയപ്പോൾ തന്നെ നമ്മളെ കൊണ്ടുപോയത് ബെയ്ലി അതുപോലെ മാർക്ക് എന്ന് പറയുന്ന 2 പേരാണ്. അവരാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേറെ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് സ്ഥലം സ്പോട്ട് ചെയ്തതും അതുപോലെ തന്നെ ഈ അറോറൽ ആക്ടിവിറ്റിയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് അതുപോലെ രസകരമായ കഥകളെല്ലാം പറഞ്ഞ് നമ്മളെ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോയത് മാർക്കും ബെയ്ലിയുമാണ്. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. സോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും സ്കിബുട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഏകദേശം ഫിൻലാൻഡിൻ്റെ ബോർഡറിനടുത്തായിട്ട് വരും. ആ ഒരു റീജിയനിൽ ക്ലൗഡ് കവറേജ് കുറവാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അത് ഏകദേശം റോഡിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് നമ്മളെ ബസ് നിർത്തിയത്. അതുപോലെ തന്നെ അവിടെ പുറത്തിറങ്ങി ചെറിയ രീതിയിലുള്ളൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. സോ അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. അപ്പോ നമ്മളിങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുവായിരുന്നു. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോ ആകാശത്തിലൊരു വര പോലെ, ഒരു ഒരു റെയിൻബോയുടെ പോലെ, ഒരു ബോ പോലെ ഒരു ചെറിയ അറോറൽ ആക്ടിവിറ്റി തെളിഞ്ഞു വന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും അത് കണ്ടു. കണ്ണുകൊണ്ട് നമുക്ക് അത്രയും വിസിബിൾ അല്ല. കാരണം അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറോറൽ ആക്ടിവിറ്റി അല്ലാത്തത് കാരണം അത് വളരെ ലൈറ്റ് ആയിരുന്നു. അത് നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് അത്രയും ലൈറ്റ് നമ്മുടെ കണ്ണിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ക്യാമറയിൽ അത് തെളിഞ്ഞു കാണുന്നതും, നമുക്കത് അത്ര വിസിബിൾ ആവാത്തതും. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. കാരണം നമ്മൾ ഇത്രയും കാലം, ഇത്രയും നാൾ അല്ലെങ്കിൽ ഇത്രയും നേരം കാത്തിരുന്നത്, ഈ തണുപ്പത്ത് കാത്തിരുന്നത് ഈ ഒരു പ്രതിഭാസം കാണാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇത് കണ്ടതും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. ഒരു ഒരു പ്രത്യേക നിമിഷമായിരുന്നു അത്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഇതിങ്ങനെ പടരാൻ തുടങ്ങി. ആകാശം നിറയെ പടർന്ന് നല്ല പച്ച കളറിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രീതിയില് പടർന്ന് ഒരു കർട്ടൻ പോലെ കാറ്റത്ത് കർട്ടൻ ആടുന്നത് പോലെ ഇങ്ങനെ ആടി ആകാശം നിറഞ്ഞു. ആ ഒരു നിമിഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു ഒരു നിമിഷം തന്നെയാണത്. എല്ലാവരും അത്രയധികം സന്തോഷത്തിലായിരുന്നു ആ സമയം. തന്നെ ഇത് 100% അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. നമ്മൾ പ്രോപ്പർ ഡ്രസ്സും ബാക്കി കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് പോലും കാലൊക്കെ നല്ല രീതിയിൽ തണുത്ത് ഫ്രീസായി. ചില സമയത്ത് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.